ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ ഇളവുകൾ പ്രഖ്യാപിച്ച് ഉത്തരവിറക്കുകയാണ് ഗതാഗത വകുപ്പ്. പ്രതിദിന ടെസ്റ്റുകളുടെ എണ്ണം 40 ആക്കും. 15 വർഷം കഴിഞ്ഞ വാഹനങ്ങൾ മാറ്റുന്നതിന് 6 മാസം സാവകാശം നൽകും തുടങ്ങിയ ഇളവുകളാണ് പ്രഖ്യാപിക്കുന്നത്. എ കെ സ്റ്റെഫിനാണ് വിവരങ്ങളുമായി. സ്റ്റെഫിൻ, ഇതോടുകൂടി പ്രശ്നപരിഹാരമാകുമോ? രതീഷ്, പ്രശ്നപരിഹാരം ഉറപ്പായി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ചെറിയ സാവകാശമാണ് ഇതുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെ നൽകിയിരിക്കുന്നത്. കാരണം പ്രത്യേകമായി ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളടക്കം മുന്നോട്ട് വെച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമെന്നുള്ളത് ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം കൂട്ടുക എന്നതാണ്. നേരത്തെ ഒരു MVD നടത്തുന്ന ടെസ്റ്റുകളുടെ എണ്ണം 60 ആയിരുന്നു. അത്തരത്തിൽ ഒരു ദിവസം 120ഓളം ടെസ്റ്റുകൾ നടത്തുമായിരുന്നു. പക്ഷേ അത് 30ലേക്ക് നിജപ്പെടുത്തുകയായിരുന്നു ഗതാഗത വകുപ്പ് ചെയ്തിരുന്നത്. അതിന് ചെറിയൊരു ആശ്വാസം, നേരിയ തോതിലെങ്കിലും ഒരു ആശ്വാസം ഉണ്ടായിരിക്കുന്നു. 40 ടെസ്റ്റുകൾ ഒരു MVDക്ക് നടത്താം എന്നുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ ഇളവിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ പഠിപ്പിക്കുന്ന വാഹനങ്ങൾ 15 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വാഹനങ്ങൾ ഈ ടെസ്റ്റിന് ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു. അതിലും 6 മാസത്തെ ഒരു സാവകാശം നൽകിയിട്ടുണ്ട്. ഡാഷ്ബോർഡ് ക്യാമറ സ്ഥാപിക്കുന്നതിന് 3 മാസത്തെ സാവകാശം നൽകിയിട്ടുണ്ട്. അങ്ങനെ ചില നീക്കുപോക്കുകൾ ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട് എങ്കിൽ പോലും പൂർണ്ണമായി ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ ആവശ്യം അംഗീകരിക്കപ്പെട്ടിട്ടില്ല. അതോടൊപ്പം ഏറ്റവും പ്രധാനമായ ഒരു ഉത്തരവിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ ടെസ്റ്റിന് ഉപയോഗിക്കുന്ന വാഹനത്തിൽ 2 വശത്തും ക്ലച്ചും ബ്രേക്കും ഉണ്ടാകും. അങ്ങനെ ഒരു വശത്ത് മാത്രമേ ഇത് പാടുള്ളൂ എന്നൊരു നിബന്ധന ഇപ്പോൾ വെച്ചിട്ടുണ്ട്. അതിനും താൽക്കാലികമായ ഒരു സാവകാശം നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇവർ ഉയർത്തിയ ആവശ്യങ്ങളെല്ലാം തന്നെ ചെറിയ സാവകാശം നൽകി പരിഗണിച്ചിട്ടുണ്ട് ഗതാഗത വകുപ്പ്.